ധ്യാനചിന്തയായിട്ട് 150 സങ്കീർത്തനം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ധ്യാനചിന്തയായിട്ട് 150 സങ്കീർത്തനം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ, അവൻ്റെ വീതി പ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ, അവൻ്റെ മഹിമാധികത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ, കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പിൻ, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ, തന്ത്രിനാദത്തോടും കുടലിനോടും കൂടെ അവനെ സ്തുതിപ്പിൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ, അത്യുച്ചതമുള്ള നാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിൻ. 2 പദപ്രയോഗങ്ങളാണ് ഞാൻ ഇന്ന് രാവിലെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ. ഒന്നാമത്തെ വാക്യം, വിശുദ്ധ മന്ദിരത്തിൽ അവനെ സ്തുതിപ്പിൻ. നമ്മെ വിശുദ്ധന്മാരാക്കി തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടെ ഭക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് പ്രബോധനം നൽകിയിരിക്കുകയാണ്. അവസാനമായി വായിച്ചത്, ജീവനുള്ളൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. നാം ഒരു കാലത്ത് ദൈവസന്നിധിയിൽ കടന്നിടുവാൻ കഴിവില്ലാത്തവരായി അതിക്രമങ്ങളും പാപങ്ങളും ഭരിച്ചവരായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ അവനോടുകൂടെ ഉയർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ജീവൻ ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല നിത്യജീവൻ ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. അവൻ നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളെ ചെയ്യുന്നവരായി അവന്റെ ജീവൻ നമുക്ക് നൽകിയുകൊണ്ട് ജീവൻ പ്രാപിച്ചവരായി നാം എല്ലാവരും ദൈവസന്നിധിയിൽ സ്തുതിയോടും സ്തോത്രത്തോടും കടന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ വിലയേറിയ നാമം എന്നും നയിക്കും മഹത്വപ്പെടുവാനായി.